ഹലോ, ഇത് നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 33ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എനിക്കൊരു കണക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ പറയുന്നതും ഓർമ്മപ്പെടുത്തുന്നതും നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെയും പോലെ രാവിലെ നേരത്തെ എണീറ്റും. ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. എന്നാൽ പോലും ഇന്ന് പട്ടുവിന് ക്ലാസ് ഉണ്ട്, പക്ഷെ ചുണ്ടുവിന് ക്ലാസ് ഇല്ല കേട്ടോ. ഇപ്പോൾ രണ്ടുപേർക്കും ക്ലാസ് ഉള്ളതാണ് എനിക്ക് സുഖം, അല്ലെങ്കിൽ പിന്നെ രണ്ടാൾക്കും ക്ലാസ് ഇല്ലാതിരിക്കണം. ഇതിപ്പോൾ ഒരാൾക്ക് ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യുന്ന പണികളൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ചായ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയും പയറാണ് കേട്ടോ. എളുപ്പപ്പണിയാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ്. ചുണ്ടിനൊക്കെ കഞ്ഞി കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പട്ടുവിന് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചെയ്ത് കൊടുത്ത് അവൾക്കും ഇഷ്ടമായി തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പട്ടുവിനെ ഇന്ന് കൊടുത്തു വിടുന്നത് ലെമൺ റൈസും അതുപോലെ മഷ്റൂം ഫ്രൈ ആണ്. നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ മഷ്റൂം ഇരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അത് വെച്ചിട്ട് ഫ്രൈ ആണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കുറേ നാളായിട്ട്, അതായത് ഒരു 5-10 ദിവസം തിരിച്ച് വീട്ടിൽ പോയിട്ടേ തിരിച്ച് ഇങ്ങോട്ട് വന്ന് പണികളൊന്നും ഒട്ടും സ്പീഡില്ല കേട്ടോ. എന്തൊക്കെ ചെയ്താലും അങ്ങോട്ട് നീങ്ങുന്നില്ല. അതുപോലെയാണ് കാര്യങ്ങളും. അപ്പോൾ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ എന്താണ് ചുണ്ടുവിനെ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. മൂപ്പരാൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് സ്കൂളിൽ പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. കരച്ചിലൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ചുണ്ടുവിനും പട്ടുവിനും കൊണ്ടുവിട്ടു. ഇവിടെ അമ്മയും ചേട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വേണം കേട്ടോ പിള്ളേരെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ലഞ്ചിന് കഴിക്കാനായിട്ട് നമുക്കിന്ന് ഫിഷ് ഫ്രൈ, അതുപോലെ ഫിഷ് കറി, പിന്നെ ഉപ്പേരി, പിന്നെ ചീരക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും അപ്പുവിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അവനെ കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ പട്ടുവിനെ എടുത്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കടയിൽ കയറിയായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് നടക്കാനുള്ള ദൂരമുള്ളൂ, അവിടെ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ മിഠായികൾ, ചെറിയ ഐസ്ക്രീം, അങ്ങനെ എല്ലാം കുട്ടി സാധനങ്ങളായിട്ട് കിട്ടും. അപ്പോൾ അവിടേക്ക് വന്നു. എപ്പോഴും ചുണ്ടുവിനെയാണ് വാങ്ങി കൊടുക്കണത് പറഞ്ഞിട്ട് ഇപ്രാവശ്യം പട്ടുവാണ് കേട്ടോ കടയ്ക്ക് വന്നിട്ടുള്ളത്. അവളങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ വാങ്ങി കഴിക്കില്ല കേട്ടോ. ഞങ്ങൾ 5 രൂപയുടെ 2-3 ഐസ്ക്രീമും പിന്നെ 2 രൂപയുടെ 2-3 മിഠായി ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് അവൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാനേ ഇന്ന് കൊടുത്തു വിട്ടതൊക്കെ ഫുള്ള് കഴിച്ച് വന്നിട്ടുണ്ട്. ചില ദിവസം അവൾ കൊടുത്തൊക്കെ നിറയെ കഴിച്ചിട്ട് വരും, ചില ദിവസം അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ജ്യൂസ് കഴിച്ചാലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവളാണ് എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ഓറിയോ ഷേക്ക് ഉണ്ടാക്കാം, ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒറിയോ ഷേക്കൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. ഞാൻ പകുതി ഉണ്ടാക്കുമ്പോഴേക്കും അവളാണ് വന്നിട്ട് ഐസ്ക്രീമൊക്കെ ഇട്ടതും ടോപ്പിങ്സൊക്കെ ഇട്ടതും ഉണ്ടാക്കിയതൊക്കെ ആൾ തന്നെയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിലും ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ നമ്മളിതൊക്കെ പ്രോത്സാഹിപ്പിക്കണമല്ലോ കുട്ടികളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് മാറി നിന്നും അവൾ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് എനിക്കും ഒക്കെ സെറ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് മൂപ്പരാൾ എന്നെ നല്ല അടിപൊളിയാണെന്ന് പറയാൻ കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്തത്. എനിക്കിങ്ങനെ 10 ദിവസം മാറി നിന്ന് തിരിച്ചിങ്ങോട്ട് വന്ന് തല നനച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തലവേദന വരാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പോയി നാട്ടിൽ പോയി കുളിച്ചാൽ എനിക്ക് ഇങ്ങനെ വെള്ളം മാറി കുളിക്കുമ്പോഴേ അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വന്ന് കുളിച്ചാലാണ് പ്രശ്നം. ചില സമയത്ത് നല്ല കോൾഡും പനിക്കണ പോലെയൊക്കെ തോന്നാണ് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ അത്രയും ഇതായില്ല. ഞാൻ വേഗം ഡോളൊക്കെ എടുത്ത് കഴിച്ച് ഒന്ന് കിടന്ന് നെറ്റുമ്പോഴേക്കും ഒന്ന് കുറഞ്ഞായിരുന്നു. കൊരങ്ങനായാലും മുറിച്ചോളൂ അല്ലേ, മനുഷ്യനായാലും മുറിച്ചില്ല. അപ്പൊ മനുഷ്യനെ എന്ത് ചെയ്യാ അല്ലേ? വെട്ടു അങ്ങനെ വെട്ടാൻ പാടില്ല. കൊങ്ങനായാലും ആരായാലും വെട്ടാൻ പാടില്ല. അവർക്ക് ജീവല്ലേ, അവർക്ക് വാവുവാവില്ലേ. അയ്യോ. അങ്ങനെ നീണ്ട നേരത്തെ ചുണ്ടുമായിട്ടുള്ള സംസാരത്തിന് ശേഷം നമ്മൾ ഡിന്നറിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഡിന്നറിനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും നൈറ്റ് കഴിക്കാനായിട്ട് ചോറ് തന്നെയാണ്. അപ്പോൾ ചോറിലേക്ക് കഴിക്കാനായിട്ട് കൂടെ നമുക്ക് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ മുട്ട എടുത്തിട്ട് ഞാനിങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഇവിടെ താഴെ ഉള്ള പണിക്കുള്ള ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ നമ്മൾ 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അവരൊരു 4 പേരുണ്ട്.
അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ അവർക്കും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടും. അവർക്ക് ആക്ച്വലി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാനല്ല ബുദ്ധിമുട്ട്, ഇത് എന്തുണ്ടാക്കും, എത്ര കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം, അങ്ങനെയുള്ള ആ ഒരു കണക്കുണ്ടല്ലോ, അതിങ്ങനെ ആലോചിച്ചുണ്ടാക്കാനാണ് കേട്ടോ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെന്താ പറയുക, അങ്ങനെ ശീലമായിനേ. പിന്നെ രാത്രി ആയപ്പോൾ നിങ്ങളൊരു ചോക്ലേറ്റിൻ്റെ കഷ്ണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ, വെറുതെ ഒന്ന് വായ നന്നാക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം.